ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ആ രണ്ട് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെമോ ജൂഡെക്സിൻ കൗസ സുവയും ഒപ്പം തന്നെ ഓഡി അൾട്രാം പാറ്റം. ഇതാണ് രണ്ട് പ്രിൻസിപ്പിൾസ്. ഓക്കെ, സ്വാഭാവിക നീതിയുടെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്താണെന്നും ഓക്കെ അതിലെന്തൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ടെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ആശയം മനസ്സിലാക്കി വെച്ച് പഠിക്കുക. പിന്നെ പലപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് കോടതി അല്ലെങ്കിൽ ജഡ്ജിമെന്റ്, ജഡ്ജി, വിധികർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോടതിയിലെ വിധി പറയുന്നത് കാര്യം മാത്രമല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ മൊത്തം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഏത് ഈ സ്വാഭാവിക നീതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഒരു വിധികർത്താവ് വിധി നിർണ്ണയിക്കുമ്പോഴും ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവിക നീതിക്ക് നിരക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ വേണം എടുക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജിമെന്റ് പറയുന്ന സമയത്ത് കോടതിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയാണ്. എന്ന് കരുതി കോടതിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഒരു കാരണവശാലും കരുതരുത്. സ്വാഭാവിക നീതി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും സ്വാഭാവിക നീതി നടപ്പിലാക്കേണ്ടതാണ്. അപ്പൊ കൂട്ടുകാരെ തിരിച്ചു വരാം. നെമോ ജൂഡെക്സിൻ കൗസ സുവ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഒരു വിധികർത്താവ് വിധി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പക്ഷാപാതം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു ജഡ്ജിമെന്റ് പറയുന്ന സമയത്ത് ആ ജഡ്ജിക്ക് ഒന്നിനോടും പക്ഷാപാതം ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പക്ഷാപാതം ഉണ്ടാകാൻ പാടില്ല. പക്ഷാപാതം ഇല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ ബയാസ് ഇല്ലാതിരുന്നാൽ മാത്രമേ കൃത്യമായിട്ട് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോ ഒരു ഓഫീസ് അല്ലെ, ഒരു ഓഫീസ് എടുക്കുകയാണ്. അവിടെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ തീരുമാനം എടുക്കുന്ന ആ പർട്ടിക്കുലർ ഓഫീസർ അദ്ദേഹത്തിന് ഒന്നിനോട് ഒരു പക്ഷാപാതം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പക്ഷാപാതം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പോ ഇത് കോടതിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കോടതിയെ കൂട്ടി അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെടുത്തി തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോ ബയാസ് പല രീതിയിലുള്ള ബയാസ് ഉണ്ട്, അല്ലെങ്കിൽ പക്ഷാപാതങ്ങൾ പല രീതിയിലുള്ള പക്ഷാപാതമുണ്ട്. അവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും പെക്യൂനറി ബയാസ്. അപ്പൊ ഓരോ ബയാസ് നമുക്ക് എടുത്ത് പഠിക്കും. ഇവിടെ 6 ബയാസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പക്ഷാപാതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ ജസ്റ്റ് ഒരു PSC പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ പഠിച്ചു പോവുകയാണ്. പെക്യൂനറി ബയാസ് അത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ധനപരമായ പക്ഷാപാതം. അതായത് ഒരു വിധികർത്താവ് ഒരു കേസിൽ വിധി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ വിധി പറയുന്ന സമയത്ത് ഒരു കാരണവശാലും യാതൊരു രീതിയിലുള്ള ധനപരമായ ഒരു പക്ഷാപാതം ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും സാമ്പത്തികമായി അതിൽ നിന്ന് ഇദ്ദേഹത്തിന് നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ സാമ്പത്തികമായി നേട്ടം ഇല്ലെങ്കിൽ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു വിധികർത്താവിന് ആ കേസിൽ വിധി പറയാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ പക്ഷാപാതമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വിധി പറയാൻ സാധിക്കില്ല. അതാണ് എന്താണ് പെക്യൂനറി ബയാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള പണം മേടിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അപ്പം ബയാസിൽ അല്ലെങ്കിൽ പക്ഷാപാതം ഒരു പക്ഷാപാതമാണ് ഇത് പെക്യൂനറി ബയാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിധി പറയാൻ പോകുന്ന വ്യക്തി. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും ആ കേസിൽ വിധി പറയാൻ പാടില്ല. അത് ജഡ്ജി ആകാം, അല്ലെങ്കിൽ വിധി പറയുന്ന മറ്റാരെങ്കിലും ആകാം. ഓക്കെ അല്ലെ. ദെൻ രണ്ടാമത് പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പക്ഷാപാതം. അപ്പൊ രണ്ടാമത്തെ പക്ഷാപാതം വ്യക്തിപരമായ പക്ഷാപാതമാണ്, പേഴ്സണൽ ബയാസ്. അതായത് ഞാനാണ് ഒരു വിധികർത്താവ് എന്ന് കരുതുക. അപ്പൊ ഞാനൊരു കേസിൽ വിധി പറയാൻ പോവുകയാണ്. കേസ് മീൻസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ നമ്മൾ കോടതിയിലെ കേസ് എന്ന് മാത്രം ചിന്തിക്കരുത്. ഓക്കെ, കോടതിയിലെ കേസ് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ജഡ്ജിയാണ്, ഞാൻ വിധി പറയുകയാണ്. അപ്പോ ഇതിന്റെ എതിർഭാഗം വന്നിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ ആരുമായിക്കോട്ടെ, അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടുപ്പമുണ്ടെന്ന് കരുതുക. അദ്ദേഹം എൻ്റെ റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഫ്രണ്ട്സ് ആകാം. ആ രീതിയിൽ എന്തെങ്കിലും വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിനോട് അടുപ്പമുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തിപരമായ രീതിയിൽ ഒരു പക്ഷാപാതം ആ വ്യക്തിയോട് കാണിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ വ്യക്തിപരമായി എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജി അല്ലെങ്കിൽ വിധികർത്താവ്, ജഡ്ജിമെന്റ് പറയുന്ന വ്യക്തി ആ കേസിൽ വിധി പറയാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ രണ്ടാമത്തെ ബയാസ് എന്ന് പറയുന്നത് പേഴ്സണൽ ബയാസ് ആണ്, പക്ഷാപാതമാണ്. ഓക്കെ, മൂന്നാമത്തെ ബയാസ് സബ്ജക്ട് മാറ്റർ ബയാസ്. സബ്ജക്ട് മാറ്റർ ബയാസ് ഓക്കെ അവിടെ പറയുകയാണെങ്കിൽ വിഷയ സംബന്ധമായ പക്ഷാപാതം. അതായത് വിധി പറയാൻ പോകുന്ന വിധികർത്താവിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ അടുപ്പമുണ്ടെങ്കിൽ,
ഓക്കെ, എന്തെങ്കിലും രീതി അടുപ്പമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനോട് പക്ഷാപാതം ഉണ്ടായിരിക്കും. അതാണ് സബ്ജക്ട് മാറ്റർ ബയാസ് എന്ന് പറയുന്നത്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ ജഡ്ജ്മെന്റ് പറയാൻ യോഗ്യനല്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം നാച്ചുറൽ ജസ്റ്റിസ് കിട്ടണമെങ്കിൽ അദ്ദേഹം വിധി പറഞ്ഞാൽ ആ വിഷയവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു താല്പര്യത്തിന് നിരക്കിയ അല്ലെങ്കിൽ താല്പര്യത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും ആ വിധി പറയുന്നത്. അപ്പൊ ആ മാറ്ററിൽ ആ വിഷയത്തിൽ യാതൊരു ബന്ധവും ഒരു കാരണവശാലും വിധി പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ അല്ലേ? അടുത്തത് ഡിപ്പാർട്ട്മെന്റൽ ബയാസ് അല്ലെങ്കിൽ വകുപ്പ് തല പക്ഷാപാതം. അതായത് ഒരു വിധി പറയുന്ന വ്യക്തി ഒരു വ്യക്തിയെ പറ്റി വിധി പറയാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. തീർച്ചയായിട്ടും ആ ഒരു വിധി പറയുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, ആ വിധിയെ തീർച്ചയായും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ, ഫോർ എക്സാമ്പിൾ എന്താണ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെന്റിലെ തൊട്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനെതിരെ വിധി എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അതേ ഡിപ്പാർട്ട്മെന്റിൽ തൊട്ടടുത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഒരു പക്ഷാപാതം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. അപ്പൊ അതാണ് ഡിപ്പാർട്ട്മെന്റൽ ബയാസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയും തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യത്തിൽ വിധി പൂർണ്ണമായും നിർണ്ണയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ബയാസ്. ദെൻ പ്രീ കൺസീവ്ഡ് നോഷൻ ബയാസ് എന്ന് വെച്ചാൽ മുൻവിധികളിൽ നിന്നുള്ള ഉടലെടുക്കുന്ന പക്ഷാപാതം. ഓക്കെ, അത് വളരെ ഡേഞ്ചർ ആണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് വിധി പറയാൻ പോകുന്ന ജഡ്ജി ആയിക്കോട്ടെ, അദ്ദേഹം വിധി പറയാൻ പോവുകയാണ്. അപ്പൊ ഈ ജഡ്ജിക്ക് മുൻവിധിയുണ്ട്. മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ വ്യക്തി ക്രിമിനൽ ആണ്. അദ്ദേഹം മുമ്പുള്ള ഏതോ ഒരു കേസിൽ പ്രതിയായിരുന്നു, അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം ഈ കേസിലും പ്രതിയായിരിക്കും, അല്ലെങ്കിൽ തെറ്റുകാരനായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തീർച്ചയായും വിധി പറയാൻ പാടില്ല. അതാണ് മുൻവിധികൾ കൊണ്ട് ഉള്ള പക്ഷാപാതം, അല്ലെങ്കിൽ മുൻവിധികൾ കൊണ്ട് വിധി പറയാൻ പാടില്ല. അങ്ങനെ മുൻവിധി ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ വിധി പറയില്ല. അവിടെ നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതിക്ക് നിരക്കാത്ത വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ജഡ്ജി അല്ലെങ്കിൽ ഈ പറഞ്ഞ വിധി പറയുന്ന വ്യക്തിക്ക് അവിടെ വിധി പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം കണ്ടൊരു സിനിമയാണ് ജനഗണമന എന്ന പൃഥ്വിരാജും നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും അഭിനയിച്ചൊരു സിനിമ. ഓക്കെ, അതിനകത്തൊരു കോടതി സീനില് അതിലെ ജഡ്ജി പറയുന്ന ഒരു വാക്കുണ്ട്, അവരെ കണ്ടാൽ അറിയില്ലേ. കോടതിയിൽ പറയുന്നുണ്ട് അല്ലെ, അവരെ കണ്ടാൽ അറിയില്ലേ എന്ന് ആ ജഡ്ജി പറയുന്നുണ്ട്. അവിടെ ആ ജഡ്ജിക്ക് ഒരു മുൻവിധിയുണ്ട്, അവരെ കണ്ടാൽ അറിയാം, അവർ ക്രിമിനൽസ് ആണ് എന്ന് ഈ ജഡ്ജി ഓൾറെഡി വിധിച്ചിരിക്കുകയാണ് മനസ്സുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജിക്കും തീർച്ചയായും എന്ത് ചെയ്യാൻ സാധിക്കില്ല? കൃത്യമായ രീതിയിൽ വിധി പറയാൻ സാധിക്കില്ല. ഓക്കെ അല്ലെ? സോ അതാണ് പ്രീ കൺസീവ്ഡ് നോഷൻ ബയാസ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ബയാസ് ഓൺ ദി അക്കൗണ്ട് ഓഫ് ഒബ്സ്റ്റിനസി എന്ന് വെച്ചാൽ ശാഠ്യമോ പിടിവാശിയോ മൂലം ഉടലെടുക്കുന്ന പക്ഷാപാതം. അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അത് നമുക്ക് കോടതിയിലേക്ക് തന്നെ വരാം. ഈ ഒരു പക്ഷാപാതം, ഈ ഒരു ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു സെക്ഷൻ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി ഒരു കേസിന് വിധി പറയും. ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസിൽ ജഡ്ജി വിധി പറയുന്നു. നമ്മുടെ ജില്ലാ കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി അതിന് വിധി പറയുന്നു. അത് അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പൊ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് അവിടെയും ജഡ്ജി ആയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ശാഠ്യമോ അല്ലെങ്കിൽ ഒരു പിടിവാശിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഓൾറെഡി ഇദ്ദേഹം ഈ പറഞ്ഞ ആ വ്യക്തി തെറ്റുകാരനാണെന്ന് വിധിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോഴാണ് തെറ്റുകാരനെന്ന് വിധിച്ചാൽ മാത്രമേ നമ്മൾ അപ്പീലുമായിട്ട് പോകാറുള്ളൂ. അപ്പൊ തെറ്റുകാരനാണെന്ന് വിധിച്ചിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഇതേ അപ്പീലുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഒരു ഈഗോ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ശാഠ്യമോ പിടിവാശിയോ ഒക്കെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാനത് ഓൾറെഡി അത് തെറ്റാണെന്ന് ശരിവെച്ചതാണ്. ആ സ്ഥിതിക്ക് വീണ്ടും അത് ഇളവ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അപ്പീലുമായിട്ട് വരുന്ന വ്യക്തിക്ക് കേസിൽ ഇളവ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിധിക്ക് തന്നെ എതിരാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ശാഠ്യമോ പിടിവാശിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജിക്കും ഒരു കാരണവശാലും ആ ഒരു കേസിൽ വിധി പറയാൻ പാടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കൊൽക്കത്ത ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ബയാസോടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് പക്ഷാഭേദങ്ങൾ, പ്രധാനമായും ഈ പറഞ്ഞ 6 തരത്തിലുള്ള പക്ഷാപാതങ്ങൾ. അപ്പൊ ഈ ഒരു പക്ഷാപാതം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് എടുക്കുമ്പോൾ. ഒരിക്കൽ കൂടി പറയുന്നു, കോടതിയുടെ കാര്യത്തിലും മാത്രമല്ല മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലും ഒക്കെ തന്നെ ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ
ഇവിടെ പറഞ്ഞ എന്താണ്? സ്വാഭാവിക നീതിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ബയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഭാവിക നീതിക്ക് നിരക്കുന്നതായിരിക്കില്ല. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡി അൾട്രാം പാറ്റമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു നിർത്തി. റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ്, അതിന് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഹിയർ ദി അതർ സൈഡ്, ഹിയർ ബോത്ത് സൈഡ്, നോ പേഴ്സൺ ഷുഡ് ബി കണ്ടംഡ് അൺഹേർഡ് എന്ന് വെച്ചാൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് വശവും, രണ്ട് അല്ലെങ്കിൽ വാദിക്കും പ്രതിക്കും, രണ്ട് സൈഡിലുള്ള ആൾക്കാർക്കും പറയാൻ അവസരം കൊടുക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? വിധികർത്താവ് അല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യുക? അത് കേൾക്കുക. രണ്ടുപേർക്കും പറയാൻ അവസരം കൊടുക്കുക. രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെന്നല്ല, രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കേൾക്കുക. എന്ന് വെച്ചാൽ ഒരാൾക്ക് എതിരെ കുറ്റം വിധിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അദ്ദേഹത്തിന് പറയാനുള്ള അവസരം നൽകിയിരിക്കണം. പറയോ വേണ്ടേ എന്നുള്ള കാര്യം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അവസരം നൽകിയിട്ടും ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ട് വന്ന് ഹാജരാകാതിരുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവസരം കൊടുത്തിട്ട് അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോടതി എന്ത് ചെയ്യുന്നുണ്ട്? അവസരം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, രണ്ടുപേരുടെയും സൈഡ് കേൾക്കുക, രണ്ടുപേർക്കും പറയാൻ അവസരം കൊടുക്കുക. ഒരാളെയും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ അദ്ദേഹത്തിനെതിരെ കുറ്റം വിധിക്കാൻ പാടില്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഫെയർ ഹിയറിംഗിന് വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോടതികൾ ചെയ്യാറുണ്ട്. റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻഷുറൻസ് ഓഫ് നോട്ടീസ്, വിചാരണ നോട്ടീസ് നൽകും. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഒരു വിചാരണ നോട്ടീസ് നൽകും, അല്ലെ? കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, കുറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു വിചാരണ നോട്ടീസ് നൽകും. അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വേണം ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ? വിചാരണ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി, അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നാൽ പ്രസന്റിംഗ് കേസ് ആൻഡ് എവിഡൻസ്. നമുക്കറിയാം, ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറ്റാരോപിതനെതിരെ എന്ത് ചെയ്യും? ആവശ്യമായ തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷികൾ അല്ലെങ്കിൽ തെളിവുകളെ അവിടെ കോടതിയിൽ ഹാജരാക്കാറുണ്ട്. ആ തെളിവുകൾ കളക്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ കേസ് ഈ പറഞ്ഞ പ്രതിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ, ആ കക്ഷിക്കെതിരെ ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് തനിക്കെതിരെ കളക്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ അറിയുവാനും അല്ലെങ്കിൽ തെളിവുകളും സാക്ഷികളെയും പറ്റി വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പ്രതിക്കുണ്ട്, അല്ലെ? അപ്പൊ ഈ തെളിവൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവ് എന്താണെന്ന് നേരിട്ട് അറിയാൻ അദ്ദേഹത്തിന് സാധിക്കും. അല്ലെങ്കിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് വേണമെങ്കിലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? അറിയാനും അല്ലെങ്കിൽ പകർപ്പ് എടുക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റൊരാളുടെ അറിവോടും സമ്മതത്തോടും കൂടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അറിയാനുള്ള, തനിക്കെതിരെ എന്തൊക്കെ തെളിവുകളുണ്ട്, ഏതൊക്കെ സാക്ഷികളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ എവിഡൻസ് ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന് അറിയാൻ ഉള്ള അവകാശം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ദെൻ റൈറ്റ് ടു റിബിറ്റ് അഡ്വേഴ്സ് എവിഡൻസ് എന്ന് വെച്ചാൽ പ്രതികൂല തെളിവുകളെ എതിർവാദം ചെയ്യാനുള്ള അവകാശം. എന്ന് വെച്ചാൽ ഒരു പ്രതിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റാരോപിതനെതിരെ എവിഡൻസ് ശേഖരിച്ചിട്ടുണ്ടായിരിക്കും, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോ തെറ്റായ തെളിവുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ തെളിവുകളായിക്കോട്ടെ, സാക്ഷി ആയിക്കോട്ടെ, തെറ്റായ സാക്ഷിയാണ്, തെളിവുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം അതിനകത്ത് തെറ്റുകാരനല്ല എന്ന് കരുതുക. ഒരുപക്ഷെ തെറ്റുകാരനാണെങ്കിൽ പോലും ഇവിടെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള എവിഡൻസ് തെറ്റാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇദ്ദേഹം തെറ്റുകാരൻ അല്ല, ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ എവിഡൻസ് ഹാജരാക്കിയിട്ടുണ്ട്, സാക്ഷികളെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനെ എതിർക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ കുറ്റാരോപിതനുണ്ട്, എതിർക്കാനായിട്ട്. അത് എതിർക്കുന്നത് എങ്ങനെയാണ്? അത് കോടതി നടപടിയിലൂടെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ക്രോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ സാക്ഷിയാണെങ്കിൽ സാക്ഷിയെ ക്രോസ് ചെയ്യാൻ സാധിക്കും. സാക്ഷിയെ ഈ പറഞ്ഞ പോലെ കോടതിയിൽ വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രോസ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തെ ഈ പറയുന്ന ട്രയൽ നടക്കുന്ന സമയത്ത് ക്രോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ പ്രതികൂല തെളിവുകളെ എതിർവാദം ചെയ്യാനുള്ള അവകാശവും ആർക്കുണ്ട്? ഈ പറയുന്ന കുറ്റാരോപിതനുണ്ട്. അപ്പോ എന്തായാലും നമ്മുടെ സ്വാഭാവിക നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ 2 പ്രിൻസിപ്പിൾസും എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 പ്രിൻസിപ്പിൾസ് ഒരിക്കൽ കൂടി പറയാം: നെമോ ജൂഡക്സിൻ കൗസാസുവയും ഓഡി ആൾട്രാം പാറ്റും. അപ്പം ഈ രീതിയിൽ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഒരു കേസ് വിധി പറയുമ്പോൾ അവിടെ സ്വാഭാവിക നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അത് ഒരു കോടതിയിൽ ഒരു കേസ് വിധി പറയുമ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളൊക്കെ തന്നെ ഇത് തന്നെയാണ്. അപ്പൊ ഇതൊരു ബേസ് ആണ്, അടിസ്ഥാനമാണ്. ഈ സ്വാഭാവിക നീതിയിൽ നിന്നാണ് നമ്മൾ ഇനിയുള്ള ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ പഠിക്കണമെങ്കിൽ പോലും സ്വാഭാവിക നീതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും. ഓക്കെ, ആ സ്വാഭാവിക നീതിയിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നത്.
അപ്പോൾ അതിലേക്ക് ഞാൻ വരും, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നെമോജോഡക്സിൻ കൗസാസുവയും ഒപ്പം തന്നെ ഓഡിയാൾട്രാം പാട്രം എന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.